ഇത് ഏതാ ഈ കൊരങ്ങൻ ഈ കളവനും കോലത്തിലൊക്കെ ജീവിച്ചായി അപ്പൂ രംഗണ്ണൻ രംഗണ്ണൻ ഓ അങ്ങോട്ട് പോണ് ഒന്നുമില്ല ഞാൻ എന്റെ പിള്ളേർ തപ്പി നടക്കുന്നു സുഖം തന്നെ ചന്ദ്രനല്ലേ അതെ അതെ ചന്ദ്രൻ ഞാൻ ഉന്നോട് ബിഗ് ഫാൻ ആ താങ്ക് യു രംഗല്ലേ ഇത് അതെ 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 റങ്ക റങ്ക ആ കൂടുതൽ അമ്പാനൊക്കെ എന്ത് അമ്പാൻ എന്നെ ഊമ്പിച്ചടാ ഞാൻ അങ്ങനെ പോകുന്നു എനിക്ക് എനിക്ക് സങ്കടമൊന്നുമില്ല അവനവനെ പെണ്ണും കെട്ടിയൊക്കെ സെറ്റായി നിൽക്കുന്നു അതൊക്കെ അത്രേ ഉള്ളൂ അല്ല പിന്നെ എന്താ ചന്ദ്രൻ ഒറ്റക്കാണോ ഞാൻ ഒറ്റയ്ക്ക് ഇല്ലല്ലോ ആൾക്കാരുണ്ട് അവര് അവിടെ നിൽക്കുക ഞാൻ അങ്ങോട്ട് പോട്ടെ ശരി 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 ഹാപ്പി അല്ലേ ഞാൻ ഹാപ്പിയാണ് രംഗണ്ണ കേട്ടാ തന്നെ രംഗണ്ണ ഹാപ്പി അല്ലേ ഞാൻ ഹാപ്പിയാടാ മോ ഹാപ്പി ആ അത്രേ ഉള്ളു അതൊക്കെ അത്രേ ഉള്ളു അത്രേ ഉള്ളു ശരി കാണാം ഓക്കെ നല്ല പയ്യൻ ആരുടെ അക്കു നിന്റെ കാറാ ഇപ്പോഴാണ് ശരിക്കുള്ള കോലം പുറത്തു വന്നത്. அதனால என்கிட்ட பேசும்போது பாட்டு பேசணும் புரியுதா உங்களுக்கு? உங்க பேர் எல்லி குட்டினாலும் என்கிட்ட பாட்டு സംസാരിക്കും. ഇത് ഏതാ ഈ കൊരങ്ങൻ ഈ കളവനും മാറി എല്ലാരും സൗണ്ട് പറഞ്ഞു ഏത് എവിടെ അല്ല നീ കണ്ടൂടാ റെൻഡറായിട്ടില്ല உனக்கு பரிகாரம் 108 வாரி சாரி சொல்லணும் 108 வாட்டி ഏത് ഈ കൊരങ്ങനാ എടി ശാപം കിട്ടി ആരാ ശപിച്ചെന്നെ உனக்கு சாபமே போகாது பாட்டு എടി ഞാൻ കാര്യം പറട്ടെ சாரி പറയണം നീ നേരത്തെ കാട്ടിലും ഭംഗിയുണ്ട് നീ കാണാൻ അല്ല കാര്യം പറഞ്ഞ ഇതാണ് ശരിക്കും ഇത് സത്യം ഇത് ഇപ്പഴെല്ലാം മനസ്സിലായി നിനക്ക് ചിമ്മൂരിട്ട് നിനക്ക് എന്നാ ഒരു അങ്ങോട്ട് നിനക്കൊരു ഇഷ്ടമെന്ന് ഇത് അവൻ കണ്ട കറക്കി കൊണ്ടുപോലും നിന്നെ ഇത് അവൻ കണ്ട കറക്കി എപ്പ കറക്കി കൊണ്ടുപോന്ന് ചോദിച്ചാൽ മതി അവൻ കണ്ട നാളെ നമുക്കൊരു കൊച്ചുണ്ടാവും കൊരങ്ങൻ കുഞ്ഞു അയ്യോ உனக்கு இப்ப கூட சாபம் போனோம்னா நான் சொல்ற மழை வர வந்து അങ്ക ഇതേതാ ഈ കളവേതാ ഹലോ താങ്കളുടെ സഹായം വേണ്ട അവളെ ഈ കുറച്ച് ജീവിച്ചോളും താഴെ പോയാണ് ആ താങ്കളുടെ സഹായം വേണ്ട ഒരു അടി കൊടുക്കാൻ പോണ ചന്തിയില് bro, thank you for subscription. It's a lot. Thank you so much, brother. Thank you so much. ഇതാരാ ധനു ആരാ എന്തെല്ലാം അറിയണം അല്ല ധനു ആരാ ധനു എന്റെ ഫ്രണ്ട് ആണാ പെണ്ണാ ആണ് എന്താ അവിടെ നമ്പർ എന്താ ചോദിക്കട്ടെ ആങ്കൊച്ചാന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ അവളെന്ന് പറയണേ அப்ப நான் சொன்னதெல்லாம் உண்மைதானே മനസ്സിലായില്ലേ ഇപ്പോ മനസ്സിലായി താത്താ സോറി താത്തായി തല്ലല്ലേ താത്ത സോറി താത്താ സോറി താത്ത മാറ്റി കൊടു താത്താ താത്തനൊക്കെ ഇടിച്ച് ഉറക്കിയടി നീ ഈ കോലത്തിലൊക്കെ നീ ഈ കോലത്തിലൊക്കെ ജീവിച്ചായി അപ്പൂ ഹലോ മനസ്സിലാ അറിയാം ഒരു ടിപ്പ് വരാം പമ്പാസ് ഒരു സെക്കൻഡ് എലി
കറക്റ്റ് നിക്കടി. ചന്ദ്ര ഡൈപ്പർ ഉണ്ടെങ്കിൽ ഒരെണ്ണെടുത്ത് എന്റെ ചന്തയിലോട്ട് വെച്ചേര്. ചന്ത കാണാൻ പറ്റുന്നത്. ഞാൻ തരാം, ഞാൻ തരാം. Wait ചെയ്യ്. സൂര്യയുടെ ഒരെണ്ണം ഉണ്ട്. എന്തിത് വിട്ട് വിട്ട് ചന്തി. താത്തേനങ്ങ് മനഃപൂർവ്വം തീർത്തയാണ്. അവക്ക് മോചനം വേണ്ട, മനസ്സിലായില്ലേ? ഞാനേ ഇങ്ങേരെ കടലിൽ കളയാൻ പോണ്. ഇവക്ക് മോചനം വേണ്ട, മോചനം വേണ്ട. എന്നാ നിനക്ക് എന്നാ എന്നെ എലി വിദ്യാലയുടെ പ്രിൻസിപ്പൾ ആക്കോ? ആക്കോ ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെ കളയും. ഇത് ഞാൻ മിണ്ടത്തില്ല ആളോട്. അലീനക്ക് പിണക്കാണ്. അലീനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? എതിർപ്പുണ്ടെന്ന് പറയാം. ഞാന് രാജിവെച്ചു. അവ ഞാനല്ലേ വിടുവോ? ഉറപ്പാണോ? പിന്നെ വേറെ ആരോടും ഇത് പറയരുത് പ്ലീസ്. നമ്മള് മാത്രമേ അറിയാം. പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ചായയുടെ പാല് കറക്കാനായിരുന്നു. പ്രിൻസിപ്പൽ നമുക്ക് രണ്ടു കൂടെ കാട്ടി പോവാം. നിന്റെ അച്ഛനെ കൊണ്ടുപോടി. അങ്ങനെ എന്ത് കൊടുത്ത് ഇറക്കണം. അമ്മേന്നോ? കാമുകി അമ്മയെന്ന് വിളിക്കുന്ന പശു. സൂപ്പർ. ബ്രോ ഒന്ന് മാറിക്ക് ബ്രോ. എനിക്ക് ശാമോചനം കിട്ടിയേ. എനിക്ക് ശാമോക്ഷം കിട്ടിയേ. അതെ, പ്രിൻസിപ്പാള് ഞാൻ തന്നെ, മനസ്സിലായില്ലേ? അതിലൊരു സംശയമില്ല. എനക്ക് എന്താടി നിനക്ക് എന്നെ ഇതാക്കണല്ലോടി ഒരു പശുവായപ്പോ. അതെ ഒന്ന് സോറി ക്ഷമിയാ താത്ത. എനിക്കൊരു ഡിമാൻഡ് ഉണ്ട് താത്ത, ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാവോ? എന്നെ എലി വിദ്യാലയയുടെ എന്നെ അവിടത്തെ പ്രിൻസിപ്പൾ ആക്കുന്ന പറഞ്ഞ അത് പ്രിൻസിപ്പൾ ആക്കാന്ന്. അതുപോലെ പ്രിൻസിപ്പൽ അതൊന്നും മുടിയാത്ത. நீ ஃபர்ஸ்ட் என்னன்னா ஒரு பரிகாரம் இருக்கு. 108 கோடி கொடுத்தனா உன்னை பிரின்சிபல் ஆക്കാം. ബംബാസാന്റെ തോക കണ്ടാ തീർക്കും. 108 എന്താ പറഞ്ഞ? 108 കോടി. 108 കോടിയൊന്നും ഇല്ല, അതൊന്നും പറ്റൂല. அதெல்லாம் பட்டுலமா, நீ 108 இப்ப 1008 பண்ணணும். அவரு என்ன வந்து அடிச்சு கொலை வரைக்கும் நீ என்ன பண்ணிருந்த? நீ தானே டிமாண்ட் பண்ணி அவர் எதுவும் பண்ணாம பாத்துருக்கணும். அவர்கிட்ட போய் சாரி கேளு போ. அந்த ஆளு என்ன வந்து சொல்ல வேண்டாம். அந்த ஆள் வந்து என்கிட்ட അല്ല എന്നാ റെക്കോർഡ് ചെയ്യട്ടെ. പറ. ചന്ദ്ര ഞാൻ ചേച്ചിയല്ലേ? അതെ. നീ എന്റെ അനിയനല്ലേ ചന്ദ്ര? അതെ. നീ നല്ല സുന്ദരനല്ലേ നീ? അതാണല്ലോ. ആണല്ലോ. അപ്പൊ നീ എന്നെ ഒന്ന് സോറി പറയുവോ താത്താടെ അടുത്ത്? താത്തയുടെ സോറി എന്നെ പ്രിൻസിപ്പൾ ആക്കാൻ പറ്റുമോ? பாருமா, அவங்க 2 பேரும் அடிச்சுக்கிறாங்க. கடைசி வரைக்கும் நீ குரங்காதான் இருக்க போற. அவங்கள சமாதானப்படுத்து. ഒരാള് കൊരങ്ങനായിട്ട് നിൽക്കുമ്പോ ஏமா என் மேல கை போடக்கூடாது. பாத்துக்கோ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ആക്കത്തില്ല. அவங்க 2 பேரும் നിന്റെ ആർക്ക് വേണോടി നിന്റെ? ഇന്നലത്തെ ദേഷ്യം എനിക്ക് ഇന്നാണ്. ഇന്നലെ ഞാൻ നോക്കി
വാങ്ങി വെച്ചിരുന്ന എലി. എന്റെ ജീവിതം ചിമ്പൂന്റെ കൂടെ ആയി പോടി. എടി ചിമ്പൂന്റെ കൊച്ചിനെ ഞാൻ കൊല്ലേ മാറല്ലേ വെടിവെക്കും കൊന്നാളെയും ആ കൊല്ലുതറ മാറല്ലേ മാറല്ലേ ആ ഞാനൊരു കാര്യം പറട്ടാ ലീന എലിയാണ് இப்ப எலியாவை நான் மாத்திட்டேன். சுற்றாதீங்க. ஹலோ മാമി, அந்த എലി ഇല്ല. ആ എലി അല്ല. മനസ്സിലായ എലിക്കുട്ടി. മനസ്സിലായ ഇനി എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റും എനിക്ക് தண்ணிக்கிட்ட போகாத. ഞാൻ കേട്ടെ മാള മാള ഒരു മാളത്തിലുള്ള ഒരു പയ്യുണ്ടല്ലോ മാളമുള്ള ഞാനാണ് സോറി പറയണ്ടേ മന്ദബുദ്ധി. 80 ആരും ഇല്ലടാ. 83 എല്ലാരും. ഹലോ വേറെ ഇല്ലടാ. ഞാൻ പോയ ചന്ദ്ര എല്ലാത്തിനും ആരെയൊക്കെ വേണം ചന്ദ്രന്? അല്ല ബാക്കിയുള്ളവരെ കാണാൻ ഇന്നാരെ കണ്ടില്ല. എല്ലാരും ഉണ്ട്. ആ ശരി ശരി പുറത്താണേ ഉള്ളു, അകത്താരും ഇല്ല. ആ ഓക്കെ പുറിഞ്ചിട്ട് നേരത്തെ സ്കൂളിന്റെ ഹലോ അതെ എന്താ വേണം? എന്താ സ്കൂള്? എലി നിനക്ക് മോചനം. അതെ താത്ത ഞാൻ സോറി പറഞ്ഞില്ല. நீ சாரி பாரு, நீ வேற யார்ட்டனா போய் சாரி பாருடா. ஏன்டா அந்த பொண்ணு சாரி கேட்டுட்டா? வேண்டாம், என்ன அடிக்க கூடாது. அடிச்சா பிரச்சனாவும் வேண்டாம். ஹேண்ட்ஸ் அப் ஜென்மத்துக்கு அப்புறம் கவ்வாதான் இருப்ப, பாத்துக்கோ. ஹேண்ட்ஸ் அப் பண்ணுங்கடா மரட்டு களவா. எல்லாரும் வந்து பால் கறக்க சிட்டில இருக்கவங்க எல்லாம் பாத்துக்கோ. முன்ன வெடி வெச்சு போட்டுடுவே. இங்க பாரு, ആ എവളെ എലിയാക്ക് വീണ്ടും എവളെ എലിയാക്ക്. சொல்லும் போதெல்லாம் அது நினைக்க மாட்டேன். எனக்கு கோவம் வந்தாதான் நான் அது எலியா மாறுவேன். ഇവളെ എലി കോപം വരരുതക്ക് മുന്ന കൊള്ള പോറേണ്ടാ. எனக்கு கோவம் எல்லாம் இப்ப வரல. நினைக்கிற நேரத்துல கோவம் வராது. எனக்கு எப்ப தோணுதோ அப்பதான் வரும். ഈ ട്രിഗർ വലിക്കാൻ എനിക്കൊരു സമയം തന്നെട്ടാ ലീന. തീർത്ത് കളഞ്ഞേ വലിച്ചു നോക്ക് നീ. കണ്ടാ നമ്മളെ എന്താടി പേടിച്ചില്ലേ നീ? പുറത്ത് കൊണ്ടുപോയി വലിക്കുവിടാ, അത്രേ ഉള്ളു. എന്താ ഒരു റോള് മതി തീർക്കാൻ നിന്നെ, മനസ്സിലായ? ഒരു റോളിൽ തീർത്തായിരുന്നില്ലേ പണ്ട്? തൊട്ട് നോക്കണം, തൊട്ട് നോക്ക്. ഒരിക്കൽ ചെയ്തായിരുന്നു. ரம்பி, ഏ വെച്ച് ആൾക്കാർക്ക് ഏ വെച്ച് എന്ത് വേണോ நீ குரங்கா மாறிடுவேன். ആ അല്ലേ? கொஞ்ச நேரத்துல நீ குரங்கா மாறுவேன். இங்க பாரு. ജീവനുണ്ടെങ്കിലല്ലേ ഉറങ്ങാക്കൂ. മനസ്സിലായ? ഇതൊക്കെയാണ് അത് കൊള്ളാം. കറക്റ്റ്. ഇതിനകത്ത് കുരങ്ങാവണേ, ഇതിനകത്ത് ചിമ്മുന്റെ വൈഫേ, ചിമ്മുന്റെ വൈഫേ. നീ പായിക്കാത്ത നല്ല രസമുണ്ട്. അവതാരപ്പരുടെ രൗദ്രഭാവമായി മൂർത്തിയുടെ പേര് ചന്ദ്രബോസ്. രാധിയുടെ നമ്മുടെ തക്കാളി നമ്മൾ എന്തോരം കണ്ടിരിക്കുന്നത് കിളവാ. കോട്ട് സൂട്ട് ഇട്ട മാനിയനുണ്ടല്ലോ, ആ സ്വന്തം ബ്രദറിന്റെ ഗേൾ ആയിട്ട് മലയെ പോയിരുന്നു. എന്താ തെളിവ്? ഞാനാ തെളിവ്. നീ ആ കൊച്ചിനെ കൊണ്ട് ഞാൻ ഇവിടെ ഭയങ്കര മോശം പിടിച്ചൊരു കുടുംബമായിട്ടാണ് നിങ്ങളിപ്പോ ചിത്രീകരിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങളെ തന്നെ അമ്മയ്ക്ക് ബുദ്ധിയില്ല, അച്ഛൻ അവിഹിതം, അത് 4 പെണ്ണുങ്ങളുമായിട്ട്. ഇത് എന്തൊരു കുടുംബം അല്ലേ? നിനക്ക് നാണല്ലേ ഇവരുടെ സത്യം നാണല്ലേ? ഞാൻ പറയണ അലീന, ഇത് നിനക്ക് ഒരു ഉളുപ്പില്ല എനക്ക്, എനിക്ക് ഉളുപ്പില്ല. മനസ്സിലായില്ലേ? കണ്ട പെമ്പിള്ളേരായിട്ട് ചേർന്ന് എന്നെ ഒരു വേഷനായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി നീ നല്ലോണം നീ ശ്രമിക്കുന്നുണ്ട്, ഹലോ ജൂലി. മനസ്സിലായ? ജൂലി എനിക്ക് ജോലി ആക്കല്ലേ കേട്ടാ.
അപ്പം മാന്യനായ താങ്കൾ ചെയ്തതെല്ലാം മാന്യമായ കാര്യങ്ങളാണ്. ഞാൻ മാന്യമായിട്ടാണ് ചെയ്തത്. ഞാൻ ആരെയും ഇതുവരെ വഞ്ചിച്ചിട്ടില്ല, ചതിച്ചിട്ടില്ല. ആ പിന്നെ സിസ്റ്റർ 5 എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ അല്ല, അവന് കുമ്പസരിക്കാൻ പോയെന്നുള്ളത് ഒന്നുള്ളതാ. അപ്പൊ നീ അവിടെ വന്നിട്ട് ചുമ്മാ തെറ്റിദ്ധാരണയുടെ പുറത്തേടാ, ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞുണ്ടാക്കാലോ. അതിലേക്ക് ഇപ്പൊ വിശ്വാസമായിട്ടില്ലല്ലേ അലീന? വിശ്വസിക്കുന്ന രീതിയിലൊന്നും പറഞ്ഞില്ലല്ലോ അതിന്. എന്ത് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അതിന്. എന്റെ സൈഡ് ഒന്നും എന്റെ സൈഡിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. എവിടെ പോകണോ നീ എന്നെ ഒട്ടിക്കാക്കിട്ട്? മനസ്സിലായാ? എന്തുവാ അലീന, നിങ്ങളൊരു കുടുംബ കൂടുതൽ നിങ്ങളുടെ മണ്ണീന്ന് പിറക്കുന്നത്. അതൊക്കെ എടി നമ്മള് കുറച്ച് കാശുള്ളവരങ്ങനെ പലതും. അതെ അതെ, പണ്ട് ഞങ്ങളുടെ നാട്ടിലെ വാച്ച് വിൽക്കാൻ വരുന്നവരാണ് ഇങ്ങനെ എല്ലാം ആദ്യമേ നിരത്തും, എവിടെന്തെങ്കിലും കട്ടോണ്ട് വന്ന വാച്ച്. എന്നിട്ട് കടലിൽ അതാണ്. നീ എടുത്തോ നമുക്ക് വേണ്ട. താത്താനെ പൊക്കാൻ ആള് വന്നേ. താത്ത മാന്യം നോക്കി നിന്ന് ഉടുപ്പും മാന്യ ഉടുപ്പ് മാറും. സിറ്റിയിലെ മാന്യനല്ലതോ. എന്ത് കടൽ വെള്ളം എക്സ്പോർട്ട് ചെയ്യുന്ന നീ എന്താ ചെയ്യുന്ന ചന്ദ്ര? ഞാന് ബാഗ്, ഇതിന്റെ ബാഗാ തിരിച്ചു വെക്കട്ടെ, അല്ലെങ്കിൽ കണ്ട കള്ളിയൊക്കെ എടുത്തിട്ട് പോകും. ആ കണ്ട ഡ്രസ്സ് മാറിയണ്ട. നിനക്കിത് എവിടെ? ആ നിനക്കിത് പറ്റുമോ? ഞങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. വഴിയിൽ നിന്ന് നാട്ടുകാരെ കാണിച്ചോണ്ട് തുണി മാറുന്ന പരിപാടി നമുക്ക്. ആ ഞാനേ കയ്യിലൊരു ബാഗ് കൊണ്ട് നടക്കും. ഞാൻ കുറച്ച് അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളാണ്, മനസ്സിലായില്ലേ? എടി പോ, തരത്തി പോയി കളി പോ, ചെല്ല്. ഒരു ഗാങ്സ്റ്ററിന്റെ അടുത്ത് കളിക്കുമ്പോഴേ നോക്കി എനിക്ക് താല്പര്യമില്ല ഇതിനകത്ത് നിൽക്കാൻ വേണ്ടി. അടികൊണ്ട് ചാവല തുറ. എനിക്ക് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. എന്തൊരു ജീവിതം ഇത്. ഓടി ചന്ദ്രനെ കുരങ്ങാക്കണാലോ അവനുക്ക് എന്നെ കേരി അടിച്ച് ഇനി അങ്ങനെ പൊക്കൂല. സൂപ്പർ. അവളെ ഞാൻ വെച്ചേക്കല്ലേ അവിടെ ഇന്ന്, അവളെ ഞാൻ വെച്ചേക്കല്ലേ ഇന്ന്. ഭൂമിക്ക് മുകളിൽ അവളുണ്ടെങ്കിൽ ഇന്ന് അവിടെ ചത്ത്. എവിടെ അവള്? ആ ഓക്കെ 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 ഓക്കെ. ആദ്യം ഒരു സെക്കൻഡ് അതെ ഇല്ലേ ഒന്ന് കാര്യം പറയട്ടെ. അതെ കൈ നോക്കടി, കൈ നോക്കണേ. ഓടി വെടിവെക്കും, ഓടി വെടിവെക്കും. വാടിക്ക് കൊല്ലടി, കൊല്ലൂന്ന് പേടിക്കടി നോക്ക്. കൈ എന്താടാ വിചാരിച്ചത്? നീ കൈ പൊക്കാൻ പറയുമ്പോ പബ്ലിക് ആയിട്ട് ഞാൻ സാറേ പിന്നെ മുങ്ങിച്ചത്ത് സാറേ. സാറേ ഇവിടെ കൊന്നാ മതിയായിരുന്നു. ഞാനൊരു കൊലകാരനാവല്ലോ വിചാരിച്ചിട്ട്. സാറ് തോന്നിക്കണ്ടാ. സാറോടെ പോയി സാറേ. ഓ സാറേ ഇനി ഞാനത് കണ്ടു. ഇനി അവിടെ തീ കത്തി വെച്ചു സാറേ. ഇപ്പൊ സേഫ് സോൺ ഒക്കെ അല്ലേ സാറേ, കുറച്ച് കാശൊക്കെ സമ്പാദിക്കും. ഇങ്ങനെയൊക്കെയല്ലേ കിട്ടുള്ളൂ. അങ്ങനല്ല സാർ, നമ്മുടെ ജീവന്റെ വിലയല്ലേ മുഖ്യം. ജീവന്റെ വിലയൊക്കെ. താങ്ക് യു സാർ, താങ്ക് യു സാർ. ലാസ്റ്റ് കാണിക്കണേ. താങ്ക്സ് സാർ, ഞാൻ പോട്ടെ. നോ പ്രോബ്ലം. എത്ര നീനകത്ത് ഇരിക്കും? ചാവുന്നട വരെ നീയും നിന്റെ കൂട്ടുകാരി, നീ നിന്റെ കൂട്ടുകാരി. എടി നീ നിന്റെ കൂട്ടുകാരി നിന്റെ പുറത്തിറങ്ങൂലല്ല. പിന്നെ ആ ഇവിടെ ഇരുന്നോ, കാണിച്ചാ
രസാണ്. ഇത് കണ്ട അതിന്റെ കൂട്ടുകാരി എനിക്കല്ലേ ഇവിടുന്ന്. ബോഡി ഞാൻ അടി കിടന്നോടി. നീ ഉള്ള കാലം പത്തോ നീ എൻ്റെ അടി കിടക്കും. ആ നീ എന്നെ ഇടിക്കല്ലേ, നീ എന്നെ പിന്നെ ഞാൻ ചത്ത അവിടത്തില്ല ചത്ത. ഒരാളെ ചമ്മനായിക്കൊണ്ടിരിക്കുകയാണ്. മാറ്, എന്റെ വണ്ടി എടുത്ത് ആര് കളിക്കാൻ പറഞ്ഞ. പിന്നെ പ്രാന്തനാക്കല്ല ഞാൻ പറഞ്ഞ. അത് ഒന്ന് മാറിക്കണേ. രംഗന്റെ അരി മാറില്ല രംഗ. വീഡിയോ